പശ്ചിമേഷ്യൻ സംഘർഷം ഒരു അയവുമില്ലാതെ തുടരുമ്പോൾ രാഷ്ട്രതലവന്മാരുമായി സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ്, ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ എന്നിവരുമായാണ് മോദി സംസാരിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നിർണായക നീക്കമാണ് ഇന്ത്യ നടത്തുന്നത്. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ആശങ്ക പ്രകടിപ്പിക്കുകയും സംഘർഷം ലഘൂകരിക്കാൻ നടപടികൾ ആവശ്യപ്പെടുകയും ചെയ്തു. മേഖലയിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളെയും അദ്ദേഹം അപലപിച്ചു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനൊപ്പം ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ട വിഷയത്തിനാണ് പ്രധാനമന്ത്രി ഊന്നൽ നൽകിയത്. 5 നേതാക്കളുമായുള്ള പ്രത്യേക ഫോൺ സംഭാഷണങ്ങളിൽ സമാധാനവും സുരക്ഷയും സ്ഥിരതയും എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കാൻ സംഭാഷണത്തിനും നയതന്ത്രത്തിനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഹോർമൂസ് കടലിടുക്ക് വഴി സുരക്ഷിതവും സ്വതന്ത്രവുമായ സഞ്ചാരം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം ചർച്ച ചെയ്തു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയുമായുള്ള സംഭാഷണത്തിൽ ദോഹയ്ക്ക് ഒപ്പമാണെന്നും മേഖലയിലെ ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ സമൂഹത്തിന് നൽകിയ പരിചരണത്തിനും പിന്തുണയ്ക്കും നന്ദി അറിയിക്കുകയും മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിൽക്കണമെന്ന് പ്രതീക്ഷിക്കുന്നതായി പറഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് വഴി സുരക്ഷിതവും സ്വതന്ത്രവുമായ ഗതാഗതത്തിനായി ഞങ്ങൾ നിലകൊള്ളുന്നു എന്നാണ് മോദി പറഞ്ഞത്. ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനെ സഹോദരൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മോദി അദ്ദേഹത്തിന് ഈദ് ആശംസകൾ നേരുകയും ചെയ്തു. പശ്ചിമേഷ്യയിലെ മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിഗതികളിൽ ഞങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുകയും മേഖലയിൽ സമാധാനവും സുരക്ഷയും സ്ഥിരതയും എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കുന്നതിന് സംഭാഷണത്തിനും നയതന്ത്രത്തിനും ഊന്നൽ നൽകുന്നതിന്റെ ആവശ്യകത എടുത്തു പറയുകയും ചെയ്തു. പശ്ചിമേഷ്യയിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കു നേരെയുള്ള ആക്രമണങ്ങൾ അപലപനീയമാണത്. ഇത് ഒഴിവാക്കാനാവാത്ത വർധനവിന് ഇടയാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും ജോർദാനും ചരക്കുകളുടെയും ഊർജ്ജത്തിന്റെയും സുഗമമായ സഞ്ചാരത്തെ പിന്തുണയ്ക്കുന്നതായി പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. മേഖലയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനുള്ള ജോർദാന്റെ ശ്രമങ്ങളെ വളരെ അഭിനന്ദിക്കുന്നതായും അദ്ദേഹം എടുത്തു പറഞ്ഞു. എക്സിലെ മറ്റൊരു പോസ്റ്റിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി സംസാരിച്ചതായി മോദി പറഞ്ഞു. എന്റെ പ്രിയ സുഹൃത്ത് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളെ കുറിച്ചും പിരിമുറുക്കങ്ങൾ കുറയ്ക്കേണ്ടതിന്റെ സംഭാഷണത്തിലേക്കും നയതന്ത്രത്തിലേക്കും തിരിച്ചുവരേണ്ടതിന്റെയും അടിയന്തര ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു. മേഖലയിലും അതിനപ്പുറത്തും സമാധാനവും സ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിന് തങ്ങളുടെ അടുത്ത ഏകോപനം തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രതികരണമായി മാക്രോൺ ഇത്തരത്തിൽ കുറിച്ചു: നന്ദി എന്റെ പ്രിയ സുഹൃത്തെ. മേഖലയിലേക്ക് പിരിമുറുക്കം കുറയ്ക്കുന്നതിനും സമാധാനത്തിനായുള്ള ഞങ്ങളുടെ ശ്രമങ്ങളുടെ ഹൃദയഭാഗത്ത് നയതന്ത്രത്തെ നിലനിർത്തുന്നതിനും ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് പ്രവർത്തിക്കുന്നു. ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി സംഭാഷണം നടത്തിയതായും ഗൾഫ് രാഷ്ട്രങ്ങളിലെ ജനങ്ങൾക്ക് മുൻകൂട്ടി ഈദ് ആശംസകൾ നേർന്നതായും മോദി പറഞ്ഞു. പിരിമുറുക്കം കുറയ്ക്കാനും സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കാനും സംഭാഷണത്തിനും നയതന്ത്രത്തിനും മുൻഗണന നൽകേണ്ടതിന്റെ ആവശ്യകതയെ ഞങ്ങൾ യോജിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു. ഒമാന്റെ പരമാധികാരത്തിനും പ്രാദേശിക സമഗ്രതയ്ക്കും എതിരായ ഏതൊരു ലംഘനത്തെയും ശക്തമായി എതിർക്കുന്നതായി പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ആയിരക്കണക്കിന് ആളുകളെ, ഇന്ത്യക്കാരെ ഉൾപ്പെടെ സുരക്ഷിതരായി തിരിച്ചെത്തിക്കാൻ സഹായിച്ച ഒമാന്റെ പങ്കിനെ അദ്ദേഹം എടുത്തു പ്രശംസിക്കുകയും ചെയ്തു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.